കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണത്. ഇത് ആദ്യം ഡച്ചുകാരാണ് പണിതത്. ഒരു ഡച്ച് വൈസ്രോയി ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ മൃതദേഹം അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞത് ആദ്യം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് 1505. പിന്നെ ഡച്ചുകാർ പിടിച്ച് എടുക്കുക ചെയ്തത്. അപ്പോൾ അത് ഇങ്ങനെ അറബിക്കടലിനെ ഫുൾ ഇങ്ങനെ ഒരു തരം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിൽ പുറത്തുനിന്ന് ആൾക്കാർക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പീരങ്കികൾ വെച്ചേക്കുന്നത് കണ്ടാൽ തന്നെ കുറേ യുദ്ധങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കുറേ പേരെ ഓടിച്ചു വിട്ടിട്ടുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. പിന്നെ വലിയൊരു ജയിലുണ്ട്. ഒരു മതിലിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ജയിലിൻ്റെ ഒരു ഇത് അപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. 110 വർഷം ഡച്ചുകാർ ഭരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇത് അറക്കൽ രാജ്യത്ത് അലിരാജയ്ക്ക് വിറ്റു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്തു. എന്നിട്ട് അവരുടെ പ്രധാന സൈനിക കേന്ദ്രമാക്കി. രഹസ്യ തുരങ്കം ഉണ്ട് എന്ന് പറയണം തലശ്ശേരി കോട്ടയിലേക്ക്, അതിൻ്റെ അടിക്കട. അത് നമ്മൾ കണ്ടില്ല. അത് സൈനികർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇതിനടുത്ത് തന്നെയാണ് മാപ്പിള ബേ എന്ന് പറഞ്ഞ തുറമുഖവും അറക്കൽ പള്ളിയും. അത് ഞങ്ങൾ കണ്ടില്ല. അറക്കൽ മ്യൂസിയം കണ്ടു. അതിൻ്റെ വീഡിയോ ഇടാം. 158 വർഷം പോർച്ചുഗീസുകാരും ഇത് ഭരിച്ചിട്ടുണ്ട്. പീരങ്കികളൊക്കെ ഇങ്ങനെ ഇരുമ്പുണ്ടാക്കിയിട്ട് ഇങ്ങനെ കടലിലേക്ക് എപ്പോൾ വേണമെങ്കിലും വെടിവെക്കാൻ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാതിലിൻ്റെ മുകളിലൊക്കെ വലിയ വലിയ ആണിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കോട്ടയുണ്ടെന്നും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പീരങ്കികൾ വെച്ചിട്ടുണ്ടെന്നൊന്നും പുറത്തുനിന്ന് ആൾക്കാർ അറിയാതിരിക്കുക പെട്ടെന്ന് അറിയില്ല. അതുപോലെ ഭയങ്കര വലിയ വാതിലാണ്. വാതിലടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാന്ന് എന്താണെന്ന് പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരുമ്പോണ്ട് തന്നെ ആണി വലുതുണ്ടാക്കി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അങ്ങനെ കണ്ടുള്ളവരുണ്ടാവും. കാണാത്തവർക്ക് ഞാൻ കണ്ട കാര്യം എൻ്റെ ഭാഷയിലൊന്ന് വിവരിച്ചു തന്നതാണ് കേട്ടോ.